നമസ്കാരം, എല്ലാവർക്കും ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം. വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ മിനറൽ വാട്ടർ കമ്പനിക്കെതിരെ പ്രതിഷേധം നടത്തി നാട്ടുകാർ. കുടിവെള്ള സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ റാലിയിൽ 300-ലധികം പേർ പങ്കെടുത്തു. നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാം മഹാവറുതിയിലേക്ക് തള്ളിവിടുന്ന നടപടികളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ നാട്ടിൽ അരങ്ങേറുന്നത്. നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ ഇരുവശങ്ങളിലും മലനിരകളാണ്. വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമമുള്ള മലയോര മേഖലയാണിത്. 4, 5, 6, 7, 8 വാർഡുകൾ ഉൾപ്പെടുന്ന മലയോര മേഖല. ഇവിടെ ജലസ്രോതസ്സുള്ള ഒരേ ഒരു പാടമാണ് ഈ പയനാട് പെരുങ്കുറ്റി പാടം. ഈ പയനാട് പെരുങ്കുറ്റി പാടത്ത് തന്നെ 5 കുടിവെള്ള പദ്ധതികൾ, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 4 കുടിവെള്ള പദ്ധതികളും കൂത്താട്ടുകുളം ഗ്രാമപഞ്ചായത്തിലെ 1 കുടിവെള്ള പദ്ധതിയുമടക്കം 5ഓളം കുടിവെള്ള പദ്ധതികൾ ഈ പാടത്ത് കിണർ കുഴിച്ച് അതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, ഈ പാടത്തെ ജലസ്രോതസ്സിനെ ആശ്രയിച്ച് ഈ പരിസര പ്രദേശത്തുള്ള മുഴുവൻ വീടുകളും കിണറുകൾ, കുളങ്ങൾ തുടങ്ങിയവയെല്ലാം ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു 2 മലനിരകൾക്കിടയിലുള്ള ഏറ്റവും താഴ്ന്ന പ്രദേശം. ഇവിടെയാണ് ജലസ്രോതസ് ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഏകദേശം മധ്യത്തിലായിട്ട് ഒരു മിനറൽ വാട്ടർ കമ്പനി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രമിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് പറയുന്നു, ഇവിടെ ഈ കുളത്തിന്റെ പണി തുടങ്ങിയപ്പോൾ മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. അതിനെക്കുറിച്ച് ആദ്യമേ പറഞ്ഞു കേട്ടത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നു എന്നാ പറഞ്ഞു കേട്ടത്. പെട്രോൾ പമ്പ് വരുന്നു എന്ന് പറഞ്ഞതിന്റെ 4-ാം നാൾ തുടങ്ങി ഇവിടെ ഏതാണ്ട് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും, ഏറെ വിസ്തൃതമായ ഒരു കുളത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. അതിനെ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം അതിനെ ചെറുത്തു. ഞങ്ങൾ ആ കുളത്തിന്റെ പണി നിർത്തിവെപ്പിച്ചു, തടഞ്ഞു. തുടർന്ന് ഇവിടെയുള്ള കുടിവെള്ള പദ്ധതികളുടെ ഭാരവാഹികളും ഉപഭോക്താക്കളും ഈ നാട്ടിലെ ജനങ്ങള് അടക്കം എല്ലാവരും കൂടി ഞങ്ങളൊരു കുടിവെള്ള സംരക്ഷണ സമിതി രൂപീകരിച്ചു. അതിലെ അംഗസംഖ്യ, അതിന്റെ ഒരു ചെറിയ പ്രാതിനിധ്യം മാത്രമാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഈ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ കോട്ടയം ജില്ലാ കളക്ടർ, ജില്ലാ ജലവിഭവ വകുപ്പ് ജില്ലാ ഓഫീസർ, ഇൻഡസ്ട്രിയൽ ഓഫീസർ, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള ഇടങ്ങളിൽ നമ്മൾ നിവേദനം കൊടുത്തു. ഈ നിവേദനത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായ അന്വേഷണം തഹസിൽദാരെ കളക്ടർ ചുമതലപ്പെടുത്തിയതിന് പ്രകാരം തഹസിൽദാർ വന്ന് അന്വേഷിച്ചു. വെളിയന്നൂർ വില്ലേജ് ഓഫീസർ വന്ന് അന്വേഷിച്ചു. നമ്മുടെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നമ്മൾ നിവേദനം കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ വളരെ സത്വരമായിട്ട് ആ നിവേദനം കൊടുത്ത അന്ന് തന്നെ ഒരു അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർത്തു. പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ ഉണ്ട് അല്ലേ? അടിയന്തര കമ്മിറ്റിക്ക് നോട്ടീസ് കൊടുത്തു. ഈ അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആ പിറ്റേ ദിവസം നടന്നില്ലെങ്കിലും 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോ സാങ്കേതികമായ ചില വിഷയങ്ങൾ കൊണ്ട് പിറ്റേ ദിവസം കമ്മിറ്റി നടക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ 4-ാം നാൾ കമ്മിറ്റി നടന്നു. ആ കമ്മിറ്റിയിൽ ഈ കുളം കുഴിക്കാൻ കൊടുത്തിട്ടുള്ള NOC നിരാക്ഷേപ പത്രം അത് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു.